കശുവണ്ടി ഇറക്കുമതി കേസിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിചാരണ ചെയ്യുന്നതിന് CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ഇറക്കിയ ഉത്തരവ് വിവാദമായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ പ്രതികരണം. പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിൽ കോടതിയെ പഴിചാരി ഉത്തരവിറക്കിയ കശുവണ്ടി വികസന വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാൻ കോടതി ഉത്തരവിട്ടു. സെക്രട്ടറി വെള്ളിയാഴ്ച നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. കോടതിയെ കരിവാരി തേച്ച് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. കേസിലെ പ്രതിയാണോ ഈ ഉത്തരവ് തയ്യാറാക്കിയത് എന്നും കോടതി ചോദിച്ചു. ആദ്യം ഇറക്കിയ ഉത്തരവിലെ പ്രോസിക്യൂഷൻ അനുമതി റദ്ദാക്കി പുതിയ ഉത്തരവ് നൽകിയപ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം. നേരത്തെ ഇറക്കിയ ഉത്തരവ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നു എന്നായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയ കോടതി പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന് കോടതി എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. കോടതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിർബന്ധമായി ഉത്തരവിറക്കുന്നത് എന്ന് പറയുന്നവർ പ്രോസിക്യൂഷൻ നടപടികളെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു. ജുഡീഷ്യറിയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ മാത്രമാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കി. ജൂലൈ 2-ന് ഇറക്കിയ വിവാദമായ ആദ്യ ഉത്തരവ് റദ്ദാക്കി പുതുതായി പുറത്തിറക്കിയ അനുമതി ഉത്തരവ് കോടതി സ്വീകരിച്ചു. ജൂലൈ 2-ലെ ഉത്തരവ് റദ്ദാക്കണമെന്നും അത് ഇറക്കിയ ഉദ്യോഗസ്ഥനെതിരെ കോടതി അലക്ഷ്യത്തിന് നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹർജിക്കാരനായ കടകംപള്ളി മനോജ് ഉപഹർജി നൽകിയിരുന്നു. വിവാദ ഉത്തരവ് സർക്കാർ തന്നെ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും കോടതി അലക്ഷ്യ നടപടികൾക്കും വകുപ്പ് തല അച്ചടക്ക നടപടികൾക്കും അല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കായി ആ പഴയ ഉത്തരവ് ഉപയോഗിക്കുന്നത് തടഞ്ഞു. കൂടാതെ കോടതിയലക്ഷ്യ നടപടികളിൽ നേരിട്ട് വിശദീകരണം നൽകുന്നതിനായി ഉത്തരവിറക്കിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു. മുൻപ് പുറപ്പെടുവിച്ച ഉത്തരവിലെ ഹൈക്കോടതി വിരുദ്ധ പരാമർശങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയും പ്രോസിക്യൂഷൻ അനുമതിക്കെതിരെ പ്രതികൾക്ക് അപ്പീൽ നൽകാമെന്ന വിവാദ ഭാഗം തിരുത്തിയുമാണ് ഇന്ന് പുതിയ ഉത്തരവ് സമർപ്പിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സർക്കാരിന്റെ അവകാശം നിലനിർത്തുന്നതായും പുതിയ ഉത്തരവിൽ പറയുന്നു. കോടതിയലക്ഷ്യ നടപടികളിലേക്ക് കോടതി നീങ്ങിയതോടെയാണ് INTUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവരുൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത്. 2006 മുതൽ 2015 വരെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ചട്ടങ്ങൾ ലംഘിച്ച് കോടികളുടെ അഴിമതി നടത്തി കോർപ്പറേഷന് ഭീമമായ നഷ്ടം വരുത്തിയെന്നാണ് CBI കേസ്.